എന്നെക്കുറിച്ചൊരു കക്ഷി പറഞ്ഞൊരു കാര്യം, ഈ മൈക്രോസ്കോപ്പായിട്ട് നടക്കുന്ന ആളാണെന്നാണ്. ജാതി കണ്ടുപിടിക്കാൻ, സമൂഹത്തിൽ ജാതി കണ്ടുപിടിക്കാൻ കൊണ്ട് നടക്കുന്ന ആളാണ്. ഇത് മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. ഇന്ത്യയിലൊരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി എടുക്കേണ്ട ഒരു കാറ്റഗറി കാസ്റ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആദിവാസികളെ ഭരിക്കാനുള്ള അവകാശം സവർണനാണെന്ന് സ്ഥാപിക്കുകയും ആദിവാസികൾ വേണം ഇവരെ ഒന്ന് ഭരിച്ചോട്ടെ എന്ന് ഇല്ലാത്തൊരു കാര്യം പറയുകയും ചെയ്യുന്നതിലൂടെയാണ് ഇയാൾ വളരെ കൃത്യമായി സവർണ സേവ ചെയ്യുന്ന ഒരാളായി ആ സ്റ്റേറ്റ്മെൻറ്റിൽ മാറുന്നു. പത്മനാഭമേനോനോ ശ്രീധരമേനോനോ രാജൻ ഗുരുക്കളോ അങ്ങനെ തുടങ്ങി വലിയൊരു നിരയെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഒരു പുസ്തകത്തിലും കേരള ചരിത്രത്തിൽ വളരെ സജീവമായിരുന്ന അടിമക്കച്ചവടത്തെ സംബന്ധിച്ച പരാമർശങ്ങളേയില്ല. ഈ ജാതിയുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കീഴ്ത്തട്ട് വിഭാഗങ്ങൾ കുറ്റവാളികളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉന്നത കുലജാതനാണെന്ന് പറയുമ്പോൾ അധമ കുലജാതവരുടെ ഉണ്ടെന്നുകൂടി അർത്ഥമുണ്ടതിന്. അതാണ് യഥാർത്ഥ ജാതിവാദം എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് ജാതിവാദമായിട്ട് തോന്നുന്നില്ല. SC/ST വകുപ്പ് ഒഴികെയുള്ള വകുപ്പ് മുഴുവനും സവർണനെയാണ് അയാൾ ഈ പറയുന്നത്. എന്തൊരു ഭീകര പ്രവർത്തനം എന്നാലും ഇതാണ് കാസ്റ്റ് വാദം എന്ന് പറയുന്നത്. ജാതിവാദം എന്ന് പറയാൻ അതാ. സണ്ണി എം കബിക്കാടാണ് ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. സണ്ണി എം കബിക്കാട് ദളിത് പോരാട്ടങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ ഒരു കടന്നുവരവ് ഈ ഒരു രംഗത്തേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അതായത് താങ്കളുടെ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ ചരിത്രമുള്ള ഒരാളാണ് ഞാനെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നില്ല. എൻ്റെ ജീവിത വഴികൾ പ്രാഥമികമായെന്ന് പറയാമെന്ന് മാത്രമാണ്. മധ്യ തിരുവിതാംകൂറിൽ കുട്ടനാടിൻ്റെ ഓരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പർ കുട്ടനാട് എന്ന് പറയുന്നൊരു പ്രദേശമാണ്. സാധാരണ കർഷകത്തൊഴിലാളി പശ്ചാത്തലമാണ് വീടിനുള്ളത്. പക്ഷേ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നൊരവസരം അന്നുണ്ടായിരുന്നു. എനിക്ക് ഈ സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ വലിയ ജാതി വിവേചനമൊന്നും അനുഭവിച്ച് വ്യക്തിപരമായി അങ്ങനെ ആക്രമണം നേരിട്ടോ അതിഭയങ്കരമായ വിവേചനം നേരിട്ടൊന്നും ജീവിച്ച ആളല്ല ഞാൻ. കാരണം ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ ആളായിരുന്നു. ഞാൻ വലുതാകുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ MA-ക്കാരുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ MA ആയിരുന്നു. എഡ്യൂക്കേഷനുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന ഒരു പരിഗണന. സ്വത്തുള്ള ഒരു വീടായിരുന്നു. ദേശം ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്ന വീടാണ്. എപ്പോൾ വേണമെങ്കിലും കുറച്ച് പണമൊക്കെ എടുക്കാൻ കഴിയുന്ന വിധം ഒരു സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടാണ്. അതിൻ്റെ ഒരു പരിഗണന ബാക്കി സമുദായങ്ങളിൽ നിന്നും എന്നെപ്പോലുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതറിയാം, അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. യഥാർത്ഥ കാസ്റ്റുമായി ബന്ധപ്പെട്ടൊരു ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ഞാൻ വ്യക്തിപരമായി അനുഭവിക്കുന്നത് സ്കൂളിൽ നിന്നാണ്, പുറത്തല്ല. സ്കൂളിലെ ടീച്ചേഴ്സാണ് ജാതീയമായ ആക്ഷേപങ്ങൾ ഒക്കെ നടത്തുന്ന ജീവിതത്തിൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നു. പല രൂപത്തിലാണ്. ഈ ഞങ്ങളുടെ ആ പ്രദേശത്തു നിന്ന് വരുന്ന കുട്ടികൾ തന്നെ പഠിക്കുകയില്ലാത്തവരും കുഴപ്പക്കാരും പ്രശ്നക്കാരുമാണെന്നുള്ളൊരു പൊതുസങ്കല്പം ആ സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ ടീച്ചർമാർ ഒരിക്കൽ പോലും ഒരു കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യം ഒരിക്കൽ പോലും കിട്ടാത്ത ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അത് കിട്ടിയിരുന്നില്ല. അവരെപ്പോഴും കുറച്ച് ദൂരത്താണ് ക്ലാസ്സിൽ. ബാക്കിയുള്ള കുട്ടികളൊക്കെ വലിയ സ്നേഹപൂർവ്വം വീട്ടിലെ കാര്യമൊക്കെ അന്വേഷിക്കും. നമ്മുടെ വീട്ടിലെ നമ്മുടെ കാര്യമോ ഒരിക്കൽ പോലും ഒരു ടീച്ചർ അന്വേഷിക്കാറില്ല. പിന്നെ ഈ സ്റ്റൈപ്പൻഡ് വാങ്ങിക്കാൻ വേണ്ടി വരുന്നവരാണെന്നുള്ളൊരു സംഗതി. ഇപ്പോൾ സ്റ്റൈപ്പൻഡ് വാങ്ങിക്കുന്നവരൊക്കെ എഴുന്നേൽപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ അത് NSSൻ്റെ ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെയാണ് ഈ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷൻ യഥാർത്ഥം നമ്മൾ വ്യക്തിപരമായി നേരിടുന്നത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തല്ല. എന്നാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ആ പാടശേഖരങ്ങളിൽ നായർ, ഈഴവർ, പുലയർ, ക്രിസ്ത്യാനികൾ, സുറിയാനികൾ ഒക്കെ വന്ന് പാടത്ത് പണിയെടുത്ത് എൻ്റെ അപ്പൻ്റെ കൈ അടുത്തുനിന്ന് കൂലി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ അവരൊക്കെ ഒരുമിച്ച് വരുന്നു, ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ.
അപ്പോൾ അന്ന് അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിലൊരു, അത് ഞാൻ മാത്രമല്ല, ആ നാട്ടിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ശക്തമായി നിന്നിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എല്ലാ കമ്മ്യൂണിറ്റി ഏതാണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു അത്. അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായൊരു ജാതി വിവേചനം നേരിട്ടത് കൊണ്ട് ഈ മേഖലയിലേക്ക് വന്ന ഒരാളല്ല ഞാൻ ശരിക്കും പറയാം. യഥാർത്ഥത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വേരോട്ടമുള്ളൊരു സ്ഥലമായിരുന്നു. വലിയ സമരങ്ങളൊക്കെ ചെറുപ്പത്തിലേ കണ്ടു വളരുന്ന ഒരാളാണ്. അതിനകത്ത് തന്നെ കാസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനും അനുഭവ സാക്ഷ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അങ്ങനെ പഠിക്കുന്ന കാലത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അന്നത്തെ ഒരു സ്റ്റൈപ്പൻഡറി വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്നത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ കേൾക്കുന്നൊരു പേരാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കാലത്ത് ഈ ദലിത് മൂവ്മെൻറ്റുകളുമായിട്ട് നമ്മൾ അടുക്കുന്നത് ഈ ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള ഒരു ഐക്കണെ നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടുകൂടി ആയിരുന്നിരിക്കാം. അങ്ങനെയാണ് യഥാർത്ഥം ഈ മേഖലയിലേക്ക് വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഇത് കേവലമായ സംഘടിത ശക്തിയുടെയോ സംഘടിതമായി തീർന്നിട്ട് മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് പരിഹരിക്കാവുന്ന കാര്യം മാത്രമല്ലെന്നും ഇത് അടിസ്ഥാനപരമായ ഒരു വൈജ്ഞാനിക പ്രശ്നം കൂടിയാണെന്നും ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രീ ഡിഗ്രിയൊക്കെ തോറ്റ് നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്താണ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഇതൊരു വൈജ്ഞാനിക പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി വായന, എഴുത്ത്, ആ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് വിദ്യാഭ്യാസത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. BA-ക്കൊക്കെ പഠിക്കുമ്പോൾ 1-ാം റാങ്ക് ജയിക്കുന്നുണ്ട്. പ്രീ ഡിഗ്രിക്ക് തോറ്റ ആളാണെന്ന് നോക്കണം. അപ്പം അങ്ങനെ വ്യക്തിപരമായി അത്രയൊരു ചേഞ്ച് വരുന്നത് അടിസ്ഥാനപരമായി നമ്മൾ നേടുന്ന വിജ്ഞാനം ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണെന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടായി. അങ്ങനെയാണ് ഈ മേഖല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതല്ലാതെ എൻ്റെ ജാതിയോട് പ്രത്യേകിച്ച് സ്നേഹമുള്ളത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ഈ അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് ഈ മാർജിനലൈസേഷൻ എന്ന ബോധ്യത്തിൽ നിന്നാണ് സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ സമീപിക്കുകയും അവരിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ അവരുടെ സംഘടനകളിലേക്ക് താഴെത്തട്ടിലേക്ക് തന്നെ ഒക്കെ നടന്ന് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വൈജ്ഞാനിക ബന്ധം എങ്ങനെയോ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ്. കേരളത്തിലെ ഒരു മന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ പോകാതിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ എൻഗേജ് ചെയ്യാൻ ജീവിതത്തെ ബാക്കിയുള്ള ഭാഗങ്ങൾ തുറന്നു വെക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നപ്പോൾ നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, ആശയ സമരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, പൊതുസമൂഹമായിട്ട് മുഖാമുഖം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലെല്ലാം ഡോക്ടർ BR അംബേദ്കറുടെയും സമാനമായ അവർ പങ്കിട്ട ചരിത്രബോധവും അവരുടെ ദാർശനിക വീക്ഷണങ്ങളും ഒക്കെയാണ് ഒരു തുണയായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് വളരെ വലിയ വൈജ്ഞാനികമായ വളരെ വലിയ വിപ്ലവമൊന്നും കേരളത്തിൽ നടന്നില്ലെങ്കിലും വൈജ്ഞാനികമായ മുന്നേറ്റത്തിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് താങ്കളുടെ പ്രദേശം എന്ന് പറയുന്ന കല്ലറ പെരുന്തുരുത്ത് പ്രദേശങ്ങൾക്ക് ഒരു ദളിത് രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖം കൂടിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ BSP കല്ലറ സുകുമാരൻ്റെ കാര്യം പറയാനുണ്ട്, അതുപോലെ തന്നെ KK കൊച്ച്, പിന്നെ താങ്കളുടെ ആ ഒരു ജനറേഷനിൽ വരുന്ന ആളുകളൊക്കെ തന്നെ പലരും ഈ ദളിത് രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളുകളാണ്. ഈ ഒരു ഭൂമിക ഈ ഒരു ചിന്തയെ പരുവപ്പെടുത്തുന്നതിലേക്ക് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒന്ന് ഈ കല്ലറ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ കീഴ്ത്തട്ട് സമൂഹങ്ങളുടെ വലിയ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. രണ്ടാമതൊരു കാര്യം 60കളിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ദളിത് യൂത്ത് രൂപപ്പെട്ട ഒരു പ്രദേശമാണ്. അവർ എഡ്യൂക്കേറ്റഡ് ആണ്, എംപ്ലോയിഡ് ആണ് എന്നതിനപ്പുറം സാമൂഹിക പ്രശ്നങ്ങളിൽ തൽപരരായ ഒരു തലമുറ, എൻ്റെ ജ്യേഷ്ഠനടക്കമുള്ള ആൾക്കാർ, KK കൊച്ചിനെ പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ സാമൂഹികമായ താല്പര്യത്തോടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു.
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ അവർ സജീവ പ്രവർത്തകരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതോടൊപ്പം തന്നെ ഈ കോളേജുകളിലൊക്കെ പഠിച്ചതിലൂടെ ഈ ഡോക്ടർ BR അംബേദ്കറുടെ രചനകളും കാസ്റ്റ് ക്വസ്റ്റ്യനായിട്ടുള്ളൊരു വിദൂരസ്ഥമായൊരു ബന്ധവും ഇവർക്കുണ്ടായി. ഈ കാസ്റ്റ് ക്വസ്റ്റ്യനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനം അന്ന് തന്നെ ഇവർ ഉന്നയിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത സ്ഥിതി അവർക്കുണ്ട്. അവിടെ നടക്കുന്ന കർഷക തൊഴിലാളി സമരം ഒരു കാസ്റ്റ് വാറിൻ്റെ രൂപം പ്രാപിക്കുന്നത്. അതായത് ഭൂവുടമകൾ സുറിയാനി ക്രിസ്ത്യാനികളും കർഷക തൊഴിലാളികൾ ഈഴവരും പുലയരും എന്ന വളരെ കൃത്യമായ വിഭജനം ആ സംഘർഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇവർ റീഡ് ചെയ്യുന്നുണ്ട് അന്ന് തന്നെ, ഇങ്ങനെയാണ് ഇത് വിഭജനം നടക്കുന്നത് എന്നത്. അപ്പോൾ അങ്ങനെ സമൂഹത്തെ സംബന്ധിച്ച് മറ്റൊരു സങ്കല്പം അവിടെ ഉണ്ടായി വരുന്നുണ്ട്. രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഒന്ന്, സാമൂഹികമായി ചലനക്ഷമതയുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. രണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാതകൾ പിന്തുടരുന്ന ഒരു തലമുറ കൂടി അവിടെ രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിൽ നിന്നാണ് ഈ ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധി പേർ ഈ പ്രദേശത്തുകാരൻ. അതിപ്പം KK കൊച്ച്, KK ബാബുരാജ്, G ശശി, സണ്ണി കവിക്കാട് എന്ന് പറയുന്ന കവി, ഞാൻ, ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി, രേഖാരാജ്, അങ്ങനെ തുടങ്ങി ഒരു വലിയ നിര ആ ഒരു ഒറ്റ ഒരു വാർഡിലുള്ളവരാണ് ഇവർ മൊത്തം, ഒറ്റ വാർഡിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ കാരണം അതിന് കൃത്യമായൊരു സാമൂഹ്യശാസ്ത്രം ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യണമെന്ന് പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയും പേർ ഇങ്ങനെ ഉയർന്നു വന്നത് എന്ന കാര്യം. എൻ്റെ റീഡിങ്ങിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഒരു എഡ്യൂക്കേറ്റഡ് ആയൊരു വിഭാഗം അവർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു, ഒരു സമൂഹത്തെ വേറെ നിൽക്ക് നോക്കി കാണാൻ പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. അവിടെ നിന്ന് മറ്റൊരു നരേഷൻ രൂപം കൊള്ളുകയും ആ നരേഷനിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു പുതിയ എഡ്യൂക്കേറ്റഡ് തലമുറ കൂടി അതിൻ്റെ ഭാഗമാകുന്നതിലൂടെയാണ് അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടായി വന്നതെന്നാണ്. ഇപ്പോൾ അനിൽകുമാർ എന്നാണ് താങ്കളുടെ പേര്, അതിൽ നിന്ന് സണ്ണി എം കവിക്കാട് എന്ന പേരിലേക്കുള്ളൊരു ട്രാൻസ്ഫർമേഷൻ. ഇതിനെ പലരും, എനിക്ക് തോന്നുന്നു കൂടുതലും സംഘപരിവാർ അണികളാണ് തോന്നുന്നു, പലരും വിമർശിക്കുന്നത് കാണാം. ഒരു ക്രിസ്ത്യാനി പേര്, ഒരു ക്രിസ്ത്യൻ ഇതിലേക്ക് പോകുന്നു എന്നുള്ള മട്ടിലൊക്കെ ആ ഒരു വിമർശനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരിഹാസത്തെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? അതെ, കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, ഇത് എന്താണെന്ന് ആരും എന്നോട് ചോദിക്കാറില്ല. ഇതെന്താ സംഭവം ഇത് ചോദിക്കുന്നില്ല. അവരൊരു നിഗമനത്തിലങ്ങ് എത്തുക, എന്താണ് നടക്കുന്നതെന്നുള്ളതല്ല. സണ്ണി എന്നുള്ളത് എന്നെ വീട്ടിൽ വിളിക്കുന്നൊരു പേരാണ്. പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിച്ച പേരൊന്നുമല്ല, എന്നെ ചെറുപ്പത്തിൽ എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നൊരു പേരാണ്. അപ്പോൾ ഈ അനിൽകുമാർ എന്നുള്ള പേര് മാറ്റം എന്ന് പറയുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ് വീട്ടിൽ. അതായത് ഈ മധ്യ തിരുവിതാംകൂറിലെ ദളിതരുടെ കുടുംബത്തെ സൂക്ഷ്മരൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു വീട്ടിൽ തന്നെ ക്രിസ്ത്യാനി എന്ന റെക്കോർഡുള്ളവരും ഹിന്ദു എന്ന റെക്കോർഡുള്ളവരും സർവ്വസാധാരണമാണ്, അപൂർവം പോലുമല്ല, സർവ്വസാധാരണമാണത്. മധ്യ തിരുവിതാംകൂറിലെ കല്യാണങ്ങൾ പരിശോധിച്ചാൽ ദളിത് ക്രിസ്ത്യാനികൾ, ദളിത് ഹിന്ദു എന്ന് പറയുന്നവരുമായിട്ടുള്ള കല്യാണം സർവ്വസാധാരണമാണ്, അത് അത്യപൂർവമൊന്നും. ഇത് സർവ്വസാധാരണമായൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഹിന്ദുവും ഞങ്ങൾ ഇളയ സഹോദരങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികളും. മൂത്ത ജ്യേഷ്ഠന് ജോലി കിട്ടുന്നു 75-ൽ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അദ്ദേഹത്തിന് ജോലി കിട്ടുമ്പോൾ അച്ഛന് 2 പേരാണ്. സുകുമാരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അത് SSLC ബുക്കിൽ മൂത്ത ജ്യേഷ്ഠൻ്റെ SSLC ബുക്കിൽ സുകുമാരൻ, രാജപ്പൻ സുകുമാരൻ. എൻ്റെ ഇതിൽ ഞങ്ങളുടെ ഇതിൽ വരുമ്പോൾ മത്തായി ആയിട്ടാണ് വരുന്നത്. ഈ മത്തായിയും സുകുമാരനും ആരാണെന്നൊരു ചോദ്യം. ഈ അദ്ദേഹത്തിന് കാനറ ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടി മൂത്ത ജ്യേഷ്ഠന്, രേഖയുടെ അച്ഛന്. അപ്പോൾ ഇത് രണ്ടും ഒരാളാണോ തർക്കമായി. അപ്പോൾ വില്ലേജ് ഓഫീസ് ചെയ്യുന്നത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോൾ വില്ലേജ് ഓഫീസറാണ് അന്ന് ചാച്ചന് കൊടുക്കുന്നൊരു ഉപദേശമാണ്, ഈ നിങ്ങൾക്ക് റീകൺവെർട്ട് ചെയ്യാം, നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറണം. അങ്ങനെ പലതായി കിടന്നാൽ ഇനിയും പിള്ളേരൊക്കെ പഠിക്കുമല്ലേ, ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും.
അപ്പോൾ ഹിന്ദു എന്ന നിലക്ക് ജ്യേഷ്ഠന് ജോലി കിട്ടി എന്ന കാരണത്താൽ ഹിന്ദു മതത്തിലേക്ക് കുടുംബം മൊത്തം റീകൺവേർട്ട് ചെയ്യാൻ. ഈ റീകൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അനിൽകുമാർ എന്നുള്ള പേര് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ പേര് സണ്ണി എന്നാണെങ്കിലും ഞാൻ മാമോദീസ മുങ്ങിയ ഒരാളല്ല. മനസ്സിലായി? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പള്ളിയിൽ പോകാറില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെയും പള്ളിയിൽ അടക്കിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഹിന്ദു ആചാരവും ചെയ്യാറില്ല. ആദ്യഘട്ടത്തിലൊക്കെ മരണമൊക്കെ നടക്കുമ്പോൾ ചില ആചാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീരെയില്ല, ഒട്ടും തന്നെയില്ല. ഒരാചാരവും ചെയ്യാതെയാണ് കാര്യങ്ങൾ. ഇതാണ് ഈ അനിൽകുമാർ എന്നുള്ള പേരിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി. അതല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ റീകൺവേർട്ട് ചെയ്തൊരു ജോലി വാങ്ങേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ച ഒരാളാണ്. ഞാൻ LICയിലൊരു ഗുമസ്തനായി ജോലി ആരംഭിച്ച ആളാണ്. സിവിൽ സർവീസിൻ്റെ പരീക്ഷ ആദ്യത്തെ എഴുതുന്നത് തന്നെ പ്രിലിമിനറി ജയിച്ച ഒരാൾ എന്ന നിലക്ക് എനിക്ക് ഏത് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റും? അപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടി എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ സങ്കല്പിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ശ്രീജിത്ത് നമ്മളിതിനൊക്കെ മറുപടി പറയും. ഞാനിത് മറുപടി പറയാത്ത എന്നെ സംബന്ധിച്ചത് ഞാൻ അതിനകത്ത് ഒരു കൗശലമോ ഒരു കള്ളത്തരമോ ഒരു തട്ടിപ്പോ ഒരു സംഭവമില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് മധ്യ തിരുവിതാംകൂർ വ്യാപകമായി ഉള്ളൊരു പ്രതിഭാസമാണ് റീകൺവെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് ഏത് മതത്തിൽ പോയ ഈ ദളിതനും റീകൺവേർട്ട് ചെയ്യാം. അത് നിയമപരമാണ്. നിയമലംഘനമൊന്നും ഇതിനകത്തില്ല. ഇവർ പറയുന്നത് കേട്ടാൽ എന്തോ വലിയ നിയമലംഘനം കാണിച്ച് എന്തോ തട്ടിപ്പ് നടത്തി പള്ളിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നു. ഇതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം അത് ആരെങ്കിലും കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ജീവിച്ച ഒരാളല്ല ഞാൻ ഇന്ന് വരെ. ഇനി അത്രയും കാലം എന്തായാലും ജീവിക്കില്ല, നല്ല ഉറപ്പുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു വലിയ വിമർശനമാണ് താങ്കളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജാതിവാദി എന്നുള്ളത്. അതിനേത് രീതിയിലാണ് കാണുന്നത്? അത് കാര്യങ്ങൾ ഞാൻ ജാതിയെ ഈ കേരളത്തിലെ ഇന്ത്യയിലൊരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി എടുക്കേണ്ട ഒരു കാറ്റഗറി കാസ്റ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്നെ സാമൂഹ്യശാസ്ത്രം പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ലാണ്ട് ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല. ഇന്ത്യയിലെ ഏത് പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴും അത് എസ്തെറ്റിക്സ് ആകട്ടെ, പൊളിറ്റിക്കൽ ഫിലോസഫി ആവട്ടെ, സോഷ്യോളജി ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, ഏത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും കാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയായി നമ്മൾ പരിഗണിച്ചിരിക്കണം. അങ്ങനെ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മേഖലയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. ഇതാണ് ഞാൻ പറയുന്നത്. അതെന്ന് പറയുക ഇന്ത്യൻ സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ സംഘാടനത്തിൻ്റെ പ്രധാനപ്പെട്ട എലമെൻ്റ് കാസ്റ്റാണ്. ഇപ്പോൾ ഹിസ്റ്ററി നമ്മൾ നോക്കി, ഇപ്പോൾ അതൊരു ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാനത് തെളിയിക്കാം. നമ്മൾ പറയുന്നതല്ല കാസ്റ്റ്. അതായത് കേരളത്തിൽ 19-ാം നൂറ്റാണ്ട് മുതൽ കേരള ചരിത്രം ശാസ്ത്രീയമായി എന്ന് വിളിക്കുന്ന ആധുനിക ചരിത്രകാരന്മാർ വിളിക്കുന്ന മെത്തഡോളജി അനുസരിച്ച് ഉള്ള ചരിത്രരചന നടക്കുന്നുണ്ട്. ഈ ഗസറ്റിയർ മുതൽ പിന്നെ കുറച്ച് നമ്മുടെ ഇവിടെയുള്ള അധ്യാപകർ, പത്മനാഭമേനോനോ ശ്രീധരമേനോനോ രാജൻ ഗുരുക്കളോ അങ്ങനെ തുടങ്ങി വലിയൊരു നിരയെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഒരു പുസ്തകത്തിലും കേരള ചരിത്രത്തിൽ വളരെ സജീവമായിരുന്ന അടിമക്കച്ചവടത്തെ സംബന്ധിച്ച പരാമർശങ്ങളേയില്ല. എന്തുകൊണ്ടായിരിക്കാം അതില്ലാതെ പോയത്? ഇത് പിൽക്കാലത്ത് സനൽ മോഹനോ അല്ലെങ്കിൽ വിനിൽ പോളോ ഒക്കെ എഴുതുമ്പോഴാണത് പ്രത്യക്ഷത്തിൽ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? രാജൻ ഗുരുക്കളെ പോലെ ഒരുപക്ഷെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു അക്കാഡമീഷ്യനാണ് രാജൻ ഗുരുക്കൾ. രാജൻ ഗുരുക്കളും രാഘവാര്യരും കൂടി കേരള ചരിത്രത്തെക്കുറിച്ച് ആധികാരികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകം അവരെഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രാമത്തിലെ വിഭവങ്ങൾ സമാഹരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രം പോലും ഒരു പുതിയതായിട്ട് കൊണ്ടുവരുന്നു. ഇതിനകത്തൊന്നും അടിമക്കച്ചവടമില്ല.
കേരളത്തിൽ അടിമച്ചന്തകളുണ്ടായിരുന്നു. അടിമച്ചന്തകൾ വിറ്റ് കന്നുകാലികളെ വിൽക്കുന്ന പോലെ ആൾക്കാരെ വിറ്റിരുന്നു. ചില പള്ളികളിൽ ഒരു ദിവസം പ്രാർത്ഥനയും 6 ദിവസം അടിമകളെ പൂട്ടിയിടുന്ന സ്ഥലങ്ങളായി പള്ളികളുണ്ടായിരുന്നു. ഇത്രയും വ്യക്തമായ തെളിവുകളും അത് ദളിതർ മാത്രമല്ല അടിമകളായിരുന്നു, നായന്മാർ. ഈ കാസ്റ്റിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നവരെ അടിമകളായി വിൽക്കുമായിരുന്നു. അപ്പോൾ നായന്മാരൊക്കെ അടിമകളാക്കി പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആരാണോ കാസ്റ്റ് നിയമത്തെ ലംഘിക്കുന്നത് അവരെ കാസ്റ്റിൽ നിന്ന് പുറത്താക്കി അടിമകളായി പരിഗണിച്ച് അയിത്തജാതിക്കാരെ ഒന്ന് തൊട്ടാൽ മതി, അശുദ്ധിയായി, പിന്നെ അടിമകളാക്കി കൊണ്ടുപോകുന്ന പതിവ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ സത്തയെ പരിപൂർണമായി റദ്ദ് ചെയ്യുന്ന അടിമത്തം പോലെയുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ ചരിത്ര രചനകളിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് കാസ്റ്റിനെ അവർ ഗൗരവമായി എടുക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. കാസ്റ്റിനെ ഗൗരവമായി എടുത്ത ചരിത്രകാരനാണ് സനൽ മോഹൻ, വിനിൽ പോൾ. അവർ കാസ്റ്റിനെ പ്രധാനമായിട്ട് എടുക്കുന്നവരാണ്. അവിടെ അവർക്ക് പെട്ടെന്ന് അത് കണ്ടെത്താൻ പറ്റി. അപ്പോൾ സനലിൻ്റെ പുസ്തകങ്ങൾ പിന്നെ അക്കാഡമിക് സർക്കിളിലാണ് അത് കൂടുതൽ വന്നത്. വിനിൽ പോളിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് കേരളത്തിലെ പബ്ലിക് ഇമാജിനേഷനെ പിടിച്ചെടുത്ത പുസ്തകം. അതോടുകൂടി ആസ്ഥാന ചരിത്രകാരന്മാർ യഥാർത്ഥത്തിൽ കേരളത്തിൽ കുഴഞ്ഞു വീഴുക ചെയ്തത്. ഇത് ഞാൻ വെറുതെ ഒരു മെറ്റഫറായിട്ട് പറയുന്നില്ല. ഗുരുക്കളുടെ 3 മണിക്കൂർ പ്രഭാഷണമാണ് അടിമത്തത്തെക്കുറിച്ച് പിന്നെ നമ്മൾ കണ്ടത്. ഈ പുസ്തകം എഴുതിയപ്പോൾ ഇല്ലാത്ത ഈ ബോധം എങ്ങനെയാണ് വന്നത്? ഇത് കാസ്റ്റിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയാതെ പോയത് കൊണ്ട് അദ്ദേഹത്തിനെ പറ്റിയൊരു പാളിച്ചയായിട്ടാണ് ഞാനെന്തിനും മനസ്സിലാക്കുന്നത്. അതൊരു വ്യക്തിപരമായൊരു പ്രശ്നമല്ലത്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ കാസ്റ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായി, നമ്മളൊരു തിങ്കിങ് കാറ്റഗറിയായിട്ട് നമ്മൾ തലയിൽ കൊണ്ടു നടന്നാൽ മാത്രമേ സമൂഹം ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഇത് പറയുന്നത് കൊണ്ട് ഞാൻ എല്ലാത്തിലും എന്നെക്കുറിച്ചൊരു കക്ഷി പറഞ്ഞൊരു കാര്യം, ഈ മൈക്രോസ്കോപ്പായിട്ട് നടക്കുന്ന ആളാണെന്നാണ്. ജാതി കണ്ടുപിടിക്കാൻ, സമൂഹത്തിൽ ജാതി കണ്ടുപിടിക്കാൻ കൊണ്ട് നടക്കുന്ന ആളാണ്. ഇത് മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. ഇവർ കണ്ണ് തുറക്കാൻ തയ്യാറല്ല, നമ്മൾ കണ്ണ് തുറന്ന് നോക്കുന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ കാസ്റ്റിനെ എന്തുകൊണ്ട് നമ്മൾ പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൻ്റെ മെക്കാനിസം നമുക്ക് പൂർണ്ണ രൂപത്തിൽ മനസ്സിലാവണമെങ്കിൽ കാസ്റ്റിനെ നമ്മളൊരു കാറ്റഗറിയായി അംഗീകരിക്കണം. കാസ്റ്റീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. കാസ്റ്റീസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം ജാതിക്ക് വേണ്ടിയുള്ള പഴുതുകൾ കണ്ടെത്തുന്നവരാണ്, അതിനു വേണ്ടിയുള്ള വാദമുഖങ്ങൾ കണ്ടെത്തുന്നവരെയാണ്. ഇപ്പം ഉദാഹരണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാസ്റ്റീസ്റ്റ് എന്ന് പറയുന്നത് സുകുമാരൻ നായരാണ്. അദ്ദേഹം സവർണനായതുകൊണ്ട് പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ വാദഗതികളാണത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, നായന്മാരെ ആരും സഹായിക്കുന്നില്ല, സ്റ്റേറ്റ് സഹായിക്കുന്നില്ല, ഞങ്ങൾക്ക് സംവരണമില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ഒരു തുടക്കം. ആ പ്രമിസിൽ നിന്ന് അവിടെ എല്ലാ ആർഗ്യുമെൻറ്റും ആരംഭിക്കുന്നത്. ഇത് ഒരു നുണയാണെന്നുള്ള കാര്യം കേരളത്തിലെല്ലാവർക്കും അറിയാം. അതായത് നായർ ഒരു വിഭാഗം എന്നല്ല, അവരെ സ്റ്റേറ്റ് സഹായിക്കുന്നില്ല എന്നത് വെറുതെ നുണ പറയുന്ന എല്ലാവർക്കും അറിയാം. അവർക്ക് EWSൻ്റെ 10% സംവരണം ഉണ്ടെന്ന് കേരളത്തിലെല്ലാവർക്കും അറിയാം. അതും നുണയാണ്. എന്നിട്ട് വിളി പറഞ്ഞ് ഞങ്ങൾക്കൊരു സംവരണമില്ല. സംവരണത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവർ ഈ സംവരണത്തിൻ്റെ അവകാശങ്ങളിലൂടെ ജോലിയെല്ലാം തട്ടിക്കൊണ്ടു പോകുന്നു. ഇദ്ദേഹം പറയുന്ന 3ാമത്തെ വാക്കാണ്. നമുക്ക് കണക്കെടുക്കാം, നമ്മൾ പറയാം. നമ്മൾ തിരിച്ച് പറയുന്നത് അദ്ദേഹത്തോട് പറയുന്നത്, നമുക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കാം, അത് വേണ്ടെന്ന് പറയും. അത് കണക്ക് പുറത്തു വന്നാൽ ഇദ്ദേഹത്തിൻ്റെ വാദഗതി മുഴുവൻ പൊളിയും. അപ്പോൾ ആരാ കാസ്റ്റീസ്റ്റ്? കണക്കെടുക്കണമെന്ന് പറയുന്ന ഞാനാണോ, കണക്കെടുക്കേണ്ടതെന്ന് പറയുന്ന അദ്ദേഹമാണോ? പക്ഷേ പഴി ഈ നമ്മുടെ മേൽ വരുന്നതിന് വേറൊരു മെക്കാനിസം കൂടിയുണ്ട്. ഈ ജാതിയുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കീഴ്ത്തട്ട് വിഭാഗങ്ങൾ കുറ്റവാളികളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്ര പുതിയ ആശയം പറഞ്ഞാലും അത് പുതിയതല്ലെന്ന് പറയുക, അതിന് പ്രാധാന്യം ഇല്ലെന്ന് പറയുക, അത് കണ്ടുപിടിക്കുന്ന വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുക.
നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു കോൺട്രിബ്യൂട്ടീവ് മനുഷ്യനല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കലാണ് കാസ്റ്റിൻ്റെ ഒരു മെക്കാനിസം. അതാണ് നമ്മുടെ മേൽ ചാർത്തുന്നത്. യഥാർത്ഥത്തിൽ 20 കൊല്ലം മുമ്പ് ജാതി എന്ന് പറയാൻ പേടിച്ച കേരളീയ സമൂഹം ഇപ്പോൾ ജാതി എന്ന് സംശയരഹിതമായി ജാതി എന്ന വാക്ക് പറയും. ഇതിലേക്ക് ഈ സമൂഹത്തെ നയിച്ചതിൽ ഈ ദളിത് ഇൻ്റലക്ച്വൽസിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ മാത്രം കണ്ടുപിടിക്കാന്നുള്ള ഒരു അവകാശവാദം എനിക്കില്ല. പക്ഷേ വലിയൊരു നിര പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിസിബിലിറ്റി, കാസ്റ്റ് ഡിസ്കോഴ്സിനൊരു വിസിബിലിറ്റി കേരളത്തിലുണ്ടായത്. ഇപ്പോൾ ജാതിയെക്കുറിച്ച് സംസാരിക്കാത്ത ഡിസ്കോഴ്സൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ ജാതിവാദിയാണെന്ന് പറയുന്നവർ ജാതിവാദം എന്താണെന്ന് മനസ്സിലാക്കുന്നവരല്ല, ജാതി തന്നെ എന്താണെന്നും മനസ്സിലാക്കുന്നവരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അവർ യഥാർത്ഥത്തിൽ ഈ അവരുടെ ജാതിവാദത്തെയാണ് അവർ പുറത്ത് കൊണ്ടുവരുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജാതിവാദം പറയുന്നവർ. സമൂഹത്തിൽ ജാതി പ്രവർത്തിക്കുന്നത് അത് ഒരു വളരെ മൈക്രോ ലെവലിലാണെങ്കിലും അതിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ വിസിബിൾ ആകുന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മറയ്ക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ജാതിയെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ജാതി എന്താണ് എന്ന് അഡ്രസ്സ് ചെയ്യുന്ന ആളുകളെ ജാതിവാദികളാക്കുന്നത് എന്ന് തോന്നുന്നു. അതെ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ കേരളത്തിലൊരു മാന്യനായൊരു മനുഷ്യൻ പറയുന്നത് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണം. ഇത് എന്ത് വാദമായിട്ട് നമ്മളെടുക്കുക? അതാണ് ജാതിവാദം. അതാണ് യഥാർത്ഥ ജാതിവാദം. മേന്മയുള്ള ജാതികൾ ഇവിടെ ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കുക. അതുകൊണ്ടാണല്ലോ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയുന്നത്, മേന്മ. അപ്പോൾ ഈ മേന്മയുള്ള ജാതികൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏകപക്ഷീയമായൊരു പ്രസ്താവനയല്ല. മേന്മയില്ലാത്ത ജാതികൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഇംപ്ലിക്കേറ്റീവ് മീനിങ് ആ ഒരൊറ്റ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉന്നത കുലജാതനാണെന്ന് പറയുമ്പോൾ അധമ കുലജാതവരുടെ ഉണ്ടെന്നുകൂടി അർത്ഥമുണ്ട് അതിന്. അതാണ് യഥാർത്ഥ ജാതിവാദം എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് ജാതിവാദമായിട്ട് തോന്നുന്നില്ല. ഇത് ജാതിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ആധികാരികത എപ്പോഴും മേൽത്തട്ടിൽ നിന്നേ വരാവൂ. സമൂഹത്തിൻ്റെ ആധികാരികത, സമൂഹത്തിൻ്റെ വിജ്ഞാനം, സമൂഹത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ, സമൂഹത്തിൻ്റെ സാഹിത്യ ഭാവനകൾ, ഇതൊക്കെ മേൽത്തട്ടിൽ നിന്ന് വരാൻ പറ്റത്തുള്ളൂ. അത് ആദിവാസിയെക്കുറിച്ചായാലും മേൽത്തട്ടിൽ നിന്ന് വരാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് വന്നാൽ മാത്രമേ പിടിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് അതുണ്ടാവേണ്ട കാര്യമില്ല. അതുണ്ടാകാൻ പറ്റിയൊരു പ്രദേശമല്ലത്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ കുഴപ്പക്കാരും മിണ്ടാതെ നടക്കുന്ന ദളിതരെല്ലാം മാന്യന്മാരുമാണെന്ന് അവർ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി. അതാണ് നമ്മളിത് പറയുന്നവരെല്ലാം കുഴപ്പക്കാരും, മിണ്ടാതെ നടക്കുന്നവരൊക്കെ മാന്യന്മാരുമാണ് എന്ന് പറയുന്നത്. അവരുടെ ജാതി മറച്ചു വെക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് അതിലൂടെ യഥാർത്ഥം നടത്തുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഉന്നത കുലജാതൻ പരാമർശം. അതായത് ആദിവാസികളെ ആദിവാസികളുടെ വകുപ്പ് ഭരിക്കാൻ ഒരു ഉന്നത കുലജാതൻ വരട്ടെ, അതിനെ ഒന്ന് സമീകരിക്കുന്നതിനായി മറ്റൊരു വാദം കൂടി മറുവശത്ത് വെക്കുന്നുണ്ട്. അത് ആദിവാസികളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മറ്റു വിഭാഗങ്ങളുടെ തലപ്പത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സമീകരിക്കുക, അണികൾക്ക് വേണ്ടി ഒരു ഇട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. ഈ ഉന്നത കുലജാതൻ പരാമർശത്തെ അതിനെ ഏത് തരത്തിലാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ഉന്നത കുലജാതർ എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യ ഇന്ത്യയിൽ ഉപയോഗിക്കരുതാത്ത വാക്കാണ്. അങ്ങനെ ഉന്നത കുലജാതർ, ഹീന കുലജാതർ എന്നൊരു വിഭജനം ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ഭാവന പോലും നിൽക്കില്ല, ഭരണഘടനാപരമായിട്ട് പോലും നിൽക്കില്ല. അത് നമ്മളെല്ലാവരും തുല്യ പൗരന്മാരാണെന്നുള്ളതാണ് നമ്മളൊരു സങ്കല്പമായിരിക്കേണ്ടത്. ഇദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ സങ്കല്പം പിൻപറ്റാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന് ഭരണഘടന ബാധകമല്ലാത്തത് കൊണ്ടും ഹിന്ദു നിയമങ്ങൾ ബാധകമായതുകൊണ്ടുമാണ് ഇയാൾ ഈ ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉന്നത കുലജാതർ വരട്ടെ, ആദിവാസികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതി നടക്കുന്നു, ആദിവാസികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല, അത് പരിഹരിക്കാൻ ഉന്നത കുലജാതർ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളെ നോക്കി നടത്താൻ, മര്യാദയ്ക്ക് അവരുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കി നടത്താൻ കഴിയുന്ന ഒരു വർഗം ഉന്നത കുലജാതരാണ്. ഇതാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്ന സംഭവം. ചാതുർവർണ്ണയത്തിൻ്റെ
ടോട്ടൽ ആർഗ്യുമെൻറ്റേറ്റീവ് പൊസിഷൻ ഇന്ത്യക്കകത്ത് വൈജ്ഞാനികമായൊരു കാര്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവകാശം ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ. യുദ്ധത്തിൻ്റെ കാര്യമുണ്ട്, അത് ക്ഷത്രിയന് മാത്രമേ ഉള്ളൂ. അവിടെ ശൂദ്രൻ കയറി യുദ്ധം ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അവൻ കാല് കഴുകി വെള്ളം കുടിച്ചാൽ മതി ശൂദ്രൻ. കച്ചവടം നടത്താൻ കാര്യത്തിൽ ബ്രാഹ്മണൻ ഇടപെടില്ല, ശൂദ്രൻ ഇടപെടണം, അത് വൈശ്യം ചെയ്തോളൂ എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ജന്മഗുണമായി ആൾക്കാരെ ഭരിക്കുക എന്നുള്ളൊരു ജന്മഗുണമായിട്ടാണ് ഈ പറയുന്നതിൻ്റെ ഒരർത്ഥം. തിരിച്ചു പറയുന്നൊരു കാര്യം, ആദിവാസികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കട്ടെ, ഇതാണ് പറയുന്നത്. ബാലൻസ് ചെയ്യാൻ പറയുന്നൊരു കാര്യം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇയാൾ ഇന്ത്യൻ ഭരണമൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇയാളൊരു ജനപ്രതിനിധിയല്ലേ, അയാൾ ഇങ്ങനെ വൃദ്ധനായ മനുഷ്യനൊന്നും അല്ലല്ലോ. അയാൾക്ക് ഇതൊന്ന് വെറുതെ ഈ ഭരണഘടന ഒന്ന് മറിച്ച് നോക്കാമല്ലോ. ഈ ഭരണഘടനയിൽ ദളിതർക്ക് SC ST വിഭാഗങ്ങൾക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, സാമൂഹ്യ നീതി വകുപ്പും വേറെയുണ്ട്. ഇതെല്ലാം സവർണർക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് ഒരു വകുപ്പില്ലെന്ന്, അങ്ങനെ ഒരു മിനിസ്ട്രി ഇല്ല. പിന്നെ ഈ ആദിവാസി എവിടെ ചെന്ന് ഭരിക്കും, ആരെ ഭരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ യഥാർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ SC ST വകുപ്പ് ഒഴികെയുള്ള വകുപ്പ് മുഴുവനും സവർണനെയാണ് അയാൾ ഈ പറയുന്നത്. എന്തൊരു ഭീകര പ്രവർത്തനം എന്നാലും ഇതാണ് കാസ്റ്റ് വാദം എന്ന് പറയുന്നത്, ജാതിവാദം എന്ന് പറയാൻ അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്, ആദിവാസികളെ ഭരിക്കാനുള്ള അവകാശം സവർണനാണെന്ന് സ്ഥാപിക്കുകയും ആദിവാസികൾ വേണം ഇവരെ വന്ന് ഭരിച്ചോട്ടെ എന്ന് ഇല്ലാത്തൊരു കാര്യം പറയുകയും ചെയ്യുന്നതിലൂടെയാണ് ഇയാൾ വളരെ കൃത്യമായി സവർണ സേവ ചെയ്യുന്ന ഒരാളായി ആ സ്റ്റേറ്റ്മെൻറ്റിൽ മാറുന്നു. പിന്നെ ഇയാൾ ഈ പറയുന്ന പോലെ അല്ല, ഇന്ത്യൻ ഭരണഘടന ചില വാക്കുകൾ നിരോധിക്കുന്നു. രാജാവ്, രാജ്ഞി, സർ പദവി, രാജകുമാരി, ഈ ഉന്നത കുലജാതൻ, ഹീന, അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ വിലക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇത് ശ്രീ പത്മനാഭൻ്റെ മണ്ണാണ്, ജാതിയാണ് പറഞ്ഞത്. പക്ഷെ അത് ജാതിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്, ഇത് കാസ്റ്റാണ് പറയുന്നത്. ഇപ്പോൾ രാജകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അവിടെ, രാജ്ഞി എന്ന് പറയുന്ന സ്ത്രീ തിരുവനന്തപുരത്തുണ്ട്. അവർ വരുമ്പം അവരെ എതിരേക്കാൻ വേണ്ടി കുറേ പ്രജകളുമുണ്ട് അവിടെ. അവർക്ക് പിന്നെ ഇത്രയും പ്രായമായ ആളാണ്, തലയ്ക്ക് വെളിവീടൊക്കെ കാണും. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ മെൻസസ്സായ സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടി കരിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തലയ്ക്ക് ഓളോളം കൊണ്ട് പറയുന്നതായിരിക്കും, അത്ര പ്രായമൊക്കെ ആയില്ല. അപ്പോൾ ഈ ആ സ്ത്രീയുടെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവനൊരു 26-27 വയസ്സുള്ള, അവൻ രാജകുമാരനാണെന്ന് പറഞ്ഞ് അവനും വേഷം കിട്ടി ഇറങ്ങിയേക്കുക. അവനൊരു പയ്യനല്ലേ, അവനെന്തെങ്കിലും വെളിവ് വേണ്ടേ, അവനുമില്ല വെളിവ്. അപ്പോൾ ഇവരെ സ്വീകരിക്കാൻ വേറെ കുറേ പ്രജകളാണെന്നും പറഞ്ഞ് കുറേ ആൾക്കാരവിടെ നിൽക്കുക. അപ്പോൾ ഇത് കാസ്റ്റ് പ്രാക്ടീസാണത്. ഈ രാജാവിൻ്റേതാണ് ഇപ്പോഴും ഈ മണ്ണെന്ന് തോന്നുന്നത് തന്നെ കാസ്റ്റ് പ്രാക്ടീസാണ്. ഇത് കാസ്റ്റ് പ്രാക്ടീസാണെന്ന് നമുക്ക് തോന്നുന്നില്ല, ഇത് മറ്റെന്തോ ആണെന്ന് നമുക്ക് തോന്നുന്നു. നമ്മളെപ്പോലെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പറയുന്ന ആൾക്കാർ മുഴുവൻ ജാതിവാദികളായി മാറുകയും ജാതിയെ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ ജാതിയില്ലാത്തവരായി മാറുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു സ്ഥലമാണ് കേരളം. അംബേദ്കറെ മനസ്സിലാക്കുന്നതിൽ വളരെ ലേറ്റായൊരു സമൂഹമാണ് കേരളം. വളരെ ലേറ്റായിട്ടാണ് അംബേദ്കർ എന്നുള്ള പേര് കേരളത്തിലേക്ക് വരുന്നത്. അത് വന്നതിന് ശേഷം അംബേദ്കറെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിലും കേരളം വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദളിത് സെക്ഷനിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്.